നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളുടെയും ഉള്ളായ്മകളുടെയും മുഴുവൻ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് എന്നല്ലേ അർത്ഥം. നീ അത്തിമരത്തിന് ചുവട്ടിയിരിക്കുമ്പം പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഞാൻ കണ്ടു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനാണ് ദൈവം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നു, അവിടെ നിന്നെല്ലാം കരുതിയിരിക്കുന്നു. ആ കരുതലിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുക, തുറന്നു കൊടുക്കുക. അതാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മള് അപ്പനുള്ള മക്കളായിട്ട് മാറുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനായുക്തം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 73ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിലും 4ാമത്തെ യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അതേക്കുറിച്ച് 4 ഘട്ടമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ദൈവം ആഹാരത്തെക്കുറിച്ച് പറയാനിട വന്നിരിക്കുന്നത്, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമത്, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം. അവിടെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, നമുക്ക് ആവശ്യകമായ ആഹാരമുണ്ട്, അനാവശ്യമായ ആഹാരമുണ്ട്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത്, അങ്ങ് നൽകണമേ എന്ന് പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകണം. അങ്ങ് നൽകുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് നൽകണമെന്ന് പറയുന്നത്? അങ്ങയുടെ പക്കൽ നിന്നുള്ള ആഹാരം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് തരാനായിട്ട് വേറെ കുറേ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കാണുകയായിരുന്നു. 4ാമത്തെ കാര്യമാണ്, ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് നൽകണമെന്ന് എടുത്ത് നമ്മളെ കൊണ്ട് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും പ്രാർത്ഥിപ്പിക്കുമ്പോൾ, അല്ലെ നമ്മുടെ പ്രാർത്ഥന ശൈലി തന്നെ അങ്ങനെ ആകണം എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെല്ലാം നൽകാൻ കഴിവുള്ളവനും കരുതലുള്ളവനും ആണ് ദൈവം. ഇത് നമ്മൾ അംഗീകരിക്കണം, തിരിച്ചറിയണം. നമുക്ക് ആവശ്യമായതെല്ലാം അവിടത്തേക്ക് അറിയാം, അവിടുന്ന് കരുതിയിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞ് സ്വീകരിക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അങ്ങനെ നമ്മൾ അവിടുത്തെ തിരിച്ചറിയുന്നില്ല, അവിടുന്ന് കരുതിയിരിക്കുന്നത് നമ്മൾ എടുക്കുന്നില്ല എങ്കിലോ അത് ജീവിതം മുഴുവന് ഭീകരമായൊരു ദുരന്തമാക്കി മാറ്റും. അതാണ് ആകുലപ്പെടുക എന്നുള്ള ഒരു അപകടം. അതേക്കുറിച്ച് ഈശോ ആവർത്തിച്ച് പറയുന്നത് കാണാം ഈ ഒരു മേഖലയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ. നമുക്ക് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തേത്, ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നു, അവിടെ നിന്നെല്ലാം കരുതിയിരിക്കുന്നു. ആ കരുതലിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുക, തുറന്നു കൊടുക്കുക. അതാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അപ്പനുള്ള മക്കളായിട്ട് മാറുക. അപ്പനുള്ള മക്കള്, അമ്മയുള്ള കുഞ്ഞ്, അമ്മയുടെ ചങ്കത്തായിരിക്കും ഒരു കുഞ്ഞിൻ്റെ ആശ്വാസം, ലാഘവത്വം, ആത്മവിശ്വാസം, പ്രസന്നത. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും എല്ലാ ഘട്ടങ്ങളിലും അവകാശപ്പെട്ടതാണ്, ആവശ്യമുള്ളതുമാണ്. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്, കരുതിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് 7ാമത്തെ യാചനയിൽ ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിപ്പിക്കുന്നത്. നമുക്ക് ഈ 3 കാര്യങ്ങളിൽ, ഈ 7ാമത്തെ യാചനയിൽ ഈ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേക്ക് വരാം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നല്ല ദൈവം കരുതി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുക എന്നതാണത്. പിതാവേ എന്ന് അവിടുത്തെ വിളിക്കുവാനായിട്ട് അവിടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മക്കളാണെന്നല്ലേ. അപ്പനും അല്ലെ മാതാപിതാക്കളും മക്കളും, അമ്മയും മക്കളും, ആ ഒരു മാതാപിതാ മക്കൾ ബന്ധത്തിന്റെ എല്ലാ മനോഹാരിതയും കരുത്തും സംരക്ഷണവും പരിപാലനം എല്ലാം കരുതലും എല്ലാം അനുഭവിച്ചാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്നത്. ശരിയാണ്, ചിലപ്പോഴൊക്കെ തങ്ങളുടെ പിതൃത്വത്തെക്കുറിച്ച് അവബോധമില്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ ആയിത്തീരുന്ന മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി കരുതാതെ പോകാറുണ്ട്. എങ്കിൽ പോലും സാധാരണ ഒരു ദാമ്പത്യത്തില്, കുടുംബത്തില് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞ് പിറക്കുന്നതിന് മുമ്പ് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കള് കരുതുക. കുഞ്ഞിന് വേണ്ടി ഉടുപ്പുകൾ കരുതി വെക്കുന്നു, അതിന് വേണ്ടതായ തൊട്ടിലൊരുക്കുന്നു, അതിനെ കിടത്താനുള്ള ക്രമീകരണം മുറിയിൽ ചെയ്യുന്നു,
അങ്ങനെ അങ്ങനെ അങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യാത്ര പോകുമ്പോൾ എന്തെല്ലാമാണ് കരുതി പായ്ക്ക് ചെയ്ത് ഇറങ്ങുന്നത്. ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഒരു ഭാര്യ ഭർത്താവും യാത്ര പോകുമ്പോൾ സ്വന്തം കാര്യം നോക്കി അങ്ങനെ പോകും. പക്ഷെ ഒരു കുഞ്ഞായി കഴിയുമ്പോഴോ ഒരു യാത്രയ്ക്ക് ഇറങ്ങാന്ന് വെച്ചാൽ എന്തോ ഒരു കരുതലാ. എന്തെല്ലാം കാര്യങ്ങൾ അവരുടേതല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് പായ്ക്ക് ചെയ്യുന്നത്. എത്ര തുണികള്, അല്ലെങ്കിൽ പാഡുകള്, ഭക്ഷണങ്ങള്, പാല്, കുറുക്ക്, പിന്നെ ജലദോഷം പോലെ വല്ലതുകൊണ്ട് അതിനുള്ള മരുന്നുകള്, എന്തെല്ലാമാണ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യുമ്പം ഈ കുഞ്ഞൊന്ന് ഞരങ്ങിയാൽ മതി, അപ്പോഴേ അപ്പുറത്തിരിക്കുന്ന അപ്പ ഇങ്ങോട്ട് നോക്കും, അമ്മ നോക്കും, ഉടനെ കുലുക്കുന്നു, താരാട്ട് പാടുന്നു, എന്തെല്ലാമാണ്. കുഞ്ഞുപോലെ അറിയുന്നുണ്ടോ കിടന്ന് ഇങ്ങനെ കുറുക്കം വലിച്ചുറങ്ങുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറന്നാലോ, ഒന്ന് കണ്ണു തുറമ്പോഴേ അത് ചിരിക്കാൻ നോക്കിയിരിക്കുന്ന അമ്മ, ഒന്ന് കരഞ്ഞാലോ, വിശന്നിട്ട് കരഞ്ഞാലോ അപ്പോഴേ ഇത് എല്ലാം റെഡി. അങ്ങനെ എല്ലാം കരുതിയിരിക്കുന്നു മാതാപിതാക്കള്. ഈ ഒരു ബന്ധത്തിന്റെ ഭൂമിയിൽ നമുക്കുള്ള ഏറ്റവും പോസിറ്റീവായ അനുഭവങ്ങള്, ഈ ബന്ധത്തിന്റെ വെളിച്ചത്തില് സ്വർഗത്തില് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നും വചനത്തിൽ എത്രയോ പ്രാവശ്യം വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില് ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കും, കണ്ടെത്തും, മുറ്റും തുറക്കപ്പെടും. അങ്ങനെ ഈശോ പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദുഷ്ടരായ ദോഷികളായി നിങ്ങൾ പോലും മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിഞ്ഞിരിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് നല്ലത് തന്നെ പരിശുദ്ധാത്മാവിനെ തന്നെ നൽകുകയില്ല. ഭൂമിയിലെ നമ്മളുടെ അനുഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഈശോ ഒരപ്പൻ്റെ അമ്മയുടെയും മക്കൾക്ക് വേണ്ട കരുതല്. പക്ഷെ അവിടെ നമ്മുടെ ദുഷ്ടതയും അറിവില്ലായ്മയും കഴിവില്ലായ്മയും അശ്രദ്ധയൊക്കെ കുറെ വരുത്തുന്നുണ്ട്. അതായത് ദുഷ്ടരായ നിങ്ങൾ പോലും നല്ല കൊടുക്കുന്നേ സ്വർഗസ്നായ അത്ര അധികമായിട്ട് നൽകുകയില്ല തിരിച്ചറിഞ്ഞേ. യേശയ്യായുടെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തില് മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇനി അവള് പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് തമ്പുരാൻ പറയുന്നതായിട്ട് യേശയ്യ രേഖപ്പെടുത്തുമ്പോൾ ഭൂമിയിലുള്ള മാതാപിതാക്കളുടെ മക്കളുടെ നിരക്കുള്ള കരുതലിനെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ആബാപിതാവിന്റെ കരുതലിലേക്ക് നോക്കാനല്ലേ ആവശ്യപ്പെടുന്നത്. 139-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, അമ്മയുടെ ഗർഭത്തിൽ ഉദരത്തിൽ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞു. ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞു. ആ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴോ എനിക്ക് വേണ്ടി വേണ്ടതെല്ലാം അവിടുന്ന് കരുതി വെക്കുകയാണ്. ഒരിക്കല് ആശുപത്രിയിൽ നിന്ന് ആഴ്ചകള് അഡ്മിറ്റായി ചികിത്സ എടുത്തതിന് ശേഷം തിരിച്ചറിഞ്ഞു വന്ന ഒരു മനുഷ്യൻ ആശ്ചര്യപ്പെടുന്നതായിട്ട് എവിടെ ഇങ്ങനെ വായിച്ചത് ഓർമ്മിക്കുകയാണ്. ആശുപത്രിയിലെ വലിയ ബില്ല് അതൊക്കെ പേ ചെയ്തു ഇറങ്ങി വന്നു. അത്യാസന്ന അവസ്ഥയിൽ ഇങ്ങനെ ICUലൊക്കെ കിടക്കുകയായിരുന്നു. ആ ബില്ലിന്റെ വിശദാംശങ്ങളുടെ കണ്ണോടിച്ചപ്പോൾ അദ്ദേഹം കാണുകയാണ് ഓക്സിജൻ നൽകിയതിന് അതിന്റെ ഫീസ് വലിയൊരു എമൗണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിക്കും, ഒരാഴ്ച ഞാൻ ആശുപത്രി ICU കിടന്നപ്പം എനിക്ക് ഓക്സിജൻ സപ്ലൈ പ്രത്യേകമായിട്ട് നൽകിയതിന് ഇത്രയും രൂപയായോ? 12,000 രൂപ അല്ലെ 13,000 രൂപയുടെ ചെലവാ വന്നിരിക്കുന്ന ഒരാഴ്ച. എന്നിട്ട് ആ മനുഷ്യൻ ആശ്ചര്യപ്പെടുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ പിറന്ന് വീണത് മുതല് ഇതുവരെ ശ്വസിച്ച ഓക്സിജന്റെ വില കണക്കാക്കാൻ പോയ ദൈവമേ, ഞാനിത് എങ്ങനെ തരാൻ പറ്റും? വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാല് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര പ്രാവശ്യമാണ് അതിനിടയ്ക്ക് എനിക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഞാൻ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടോണ്ടിരിക്കും നിങ്ങൾ ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് ഈ ഓക്സിജൻ ഇങ്ങനെ വലിച്ചെടുത്ത് അതിന്റെ കരുത്തെടുക്കുന്നത്. ആ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് എത്ര മിനിറ്റ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? നമുക്കറിയാൻ സാധിക്കത്തില്ല. നമ്മളൊരു 2-3 മിനിറ്റ് ഓക്സിജൻ നമുക്ക് ഇല്ലാതെ വന്നാൽ നമ്മുടെ സിസ്റ്റം മൊത്തം തീരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഓക്സിജൻ നമുക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ മൂക്കിന് തുളയിട്ടിട്ട് ആ തുളയുടെ വലിച്ചെടുക്കാനുള്ള ശ്വാസകോശത്തെ നമുക്ക് തന്നിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഈ ഓക്സിജൻ ചെന്ന് കയറി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചില്ലേ? പരദീസയിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ജീവജാലങ്ങളെ, സസ്യലതാദികളെ, കായികനികള്,
മൃഗങ്ങൾ എല്ലാം ഒരുക്കി. അതെല്ലാം ഒരുക്കിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഉൽപ്പത്തി 2-ാമത്തെ വായിക്കുന്നുണ്ട്, ഞാൻ അവന് ചേർന്ന ഇണയെ നൽകും. ഒരു ഇണയെ തനിക്ക് വേണം, ഒരു തുണയായിട്ട് വേണമെന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് ചിന്തയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തില് 48-ാമത്തെ തിരുവചനത്തില് നഥാനിയേലിനെ കൂട്ടിക്കൊണ്ട് പീലിപ്പോസ് ഇതിന്റെ പക്കലേക്ക് വരുമ്പം സംശയിച്ച് ശങ്കിച്ചൊക്കെ അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിന് എല്ലാ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈശോ പറയുന്നത് നമുക്കറിയാമല്ലോ. പീലിപ്പോസ് തന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു വിധത്തിൽ പറഞ്ഞ രണ്ട് പ്രസക്തി ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാല് മരത്തിന്റെ ചുവട്ട് നമ്മൾ ഇരുന്നാൽ എന്താ അർത്ഥം? നമുക്കൊരു വീടില്ല, നമുക്കൊരു പാർപ്പിടമില്ല, മരച്ചുവട്ടി കിടന്നുറങ്ങുന്നു. ഒരു ഇല്ലായ്മയുടെ സൂചന അവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകളുണ്ട്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളും ദൈവം അറിയുന്നു എന്നല്ലേ ഇതിനർത്ഥം. മറുവശത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു പറയുമ്പം ഒരു തണലുണ്ട്, ഒരു സംരക്ഷണമുണ്ട്, വെയിൽ കൊള്ളുന്നില്ല, അല്ല ചാറ്റമഴ വീഴുന്നില്ല. അങ്ങനെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നതിനകത്തൊരു ആശ്വാസം, കുളിർമയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കുളിർമകളുണ്ട്, ചില തണലുകളുണ്ട്, ചില ആശ്വാസങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളുടെയും ഉള്ളായ്മകളുടെയും മുഴുവൻ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് എന്നല്ലേ അർത്ഥം. നീ അത്തിമരത്തിന് ചുവട്ടിയിരിക്കുമ്പം പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തില് മലമുകളിലിരിക്കുന്ന ഈശോ വലിയ ജനാവലി കടന്നു വരുന്നു. ഈശോ കണ്ണുയർത്ത് നോക്കി. എന്നിട്ട് അവർക്കെല്ലാം തന്റെ സുവിശേഷം എല്ലാം കേട്ട് കഴിയുമ്പം, പ്രഘോഷണം കേട്ട് കഴിയുമ്പോൾ വിശക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. അതിനുവേണ്ടി ഈശോ അപ്പം ക്രമീകരിക്കുന്നു, പീലിപ്പോസിനെ വിളിച്ച് സംസാരിക്കുന്നു. 6-ാം വാക്യം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനാണ് ദൈവം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തില് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇങ്ങനെയുള്ള നമ്മുടെ നിരവധിയായ അനുദിന ആവശ്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ഈശോ പറഞ്ഞറിയാതെ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അത്ര സിമ്പിളായ കാര്യം, ഇഷ്ടപ്പെട്ട് ചിന്തിക്കുന്നില്ലാത്ത കാര്യം. പക്ഷെ എത്ര മനോഹരമായിട്ട് ഈശോ അത് ആവർത്തിച്ച് പറയുന്നു. വചനത്തിൽ അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ പോലെ എത്രയോ അവസരങ്ങളുടെ ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവത്തോട് നാം എല്ലാ ദിവസവും പറയാൻ, അല്ലെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയാൻ, ആ ദൈവത്തിന്റെ പക്കലേക്ക് എപ്പോഴൊക്കെ തിരിയുന്നുവോ അപ്പോഴൊക്കെ പറയണം. പറയുക എന്നുള്ളത് വാഗുകൊണ്ട്, നാക്കുകൊണ്ട് മാത്രം പറയേണ്ട, സ്വരം കൊണ്ട് മാത്രം പറയേണ്ടതല്ല, ജീവിതം കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു മനോഭാവം. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണത്? അപ്പാ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പ കരുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം എനിക്ക് വേണം, അതെൻ്റെക്ക് വരട്ടെ. വിശക്കുന്ന ഒരു കുഞ്ഞു കൊച്ച്, 6 മാസം അല്ലെ 1.5 വയസ്സ്, 1 വയസ്സ് 1.5 വയസ്സ് ഒരു കുഞ്ഞു കൊച്ച് വിശക്കുന്നു. ആ വിശക്കുന്ന കുഞ്ഞ് എങ്ങോട്ടാണ് നോക്കുന്നത്? അമ്മയുടെ മാറിലേക്കാണ് നോക്കുന്നത്. അത് പയ്യെ ചുറ്റിപ്പറ്റി വരും, അല്ലെ ഓടി വരും, അമ്മയുടെ മടിയിൽ കയറും. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്കറിയാം അതിങ്ങനെ പ്രതീക്ഷയോടെ വരികയാണ്. അതിൻ്റെ വിശപ്പും ദാഹവും മുഴുവനും ഏറ്റവും ഉചിതമായ രീതിയിൽ, ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ, ഏറ്റവും സമ്പൂർണമായ രീതിയിൽ പൂർത്തീകരിക്കാൻ, നിറവേറ്റാൻ ആവശ്യമുള്ളതെല്ലാം അമ്മയുടെ ചങ്കത്തുണ്ട്, അമ്മയുടെ മാറിടത്തിലുണ്ട്. അത് കുഞ്ഞ് പ്രതീക്ഷയോടെ കയറി വരുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പാല് കുടിപ്പിക്കാൻ. ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അവിടെ ഒരുക്കപ്പെട്ടിരിക്കുക. എന്നാൽ തനിക്ക് വിശപ്പും ദാഹവും വരുമ്പോഴോ കുഞ്ഞ് അമ്മയുടെ പക്കലേക്ക് വരുന്നില്ലെങ്കിലോ, അമ്മയുടെ മടിലേക്ക് കയറുന്നില്ലെങ്കിലോ, ആ മരണത്തിലേക്ക് തൻ്റെ വാ തുറന്ന് ചേർക്കുന്നില്ല എങ്കിലോ ആ കുഞ്ഞിനെ എങ്ങനെ വിശപ്പാക്കാൻ പറ്റും? ആ അമ്മ എന്നാ ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിന്റെ സകല വിശപ്പുകളിലും നമുക്ക് ആവശ്യമുള്ള ആഹാരം, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആഹാരം എന്ന് പറയാൻ എന്താണെന്നുള്ളത്, അത് മുഴുവൻ നമ്മുടെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ പക്കലേക്ക് തിരിയണം, അവിടുത്തെ മടിയിലേക്ക് ചെന്ന് കയറണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസമുള്ള നിരവധിയായ വിശപ്പുകളിലും ദാഹങ്ങളിലും ആവശ്യങ്ങളിലും ഒരു കുഞ്ഞ് അമ്മയുടെ പക്കലേക്ക് എന്നപോലെ നാം ഓടിച്ചേരണം, ആ മടിയിലേക്ക് കയറണം, പ്രതീക്ഷയോടെ വാ തുറക്കണം. അങ്ങനെ നമ്മളെ കൊണ്ട് വാ തുറപ്പിക്കുന്ന പ്രാർത്ഥനയാണ്, അവസരമാണ്, ക്രമീകരണമാണ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന. നമുക്ക് നമ്മുടെ അപ്പായുടെ മടിയിലേക്ക് പ്രതീക്ഷയോടെ ചെല്ലാം. നമ്മുടെ ജീവിതം മുഴുവനും വാ തുറക്കുന്ന കുഞ്ഞിനെ പോലെ തുറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസനം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ.